ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മിഡീവിയൽ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് PYQs ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡേൺ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് 1857 റിവോൾട്ടിലെ കുറച്ച് PYQs ചെയ്തായിരുന്നു അല്ലെ. അതുപോലെ ഇന്ന് നമ്മൾ മിഡീവിയൽ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഡൽഹി സുൽത്താനേറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ കുറെ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ PYQ ചെയ്യുന്നതും മോഡേൺ ഇന്ത്യ, മിഡീവിയൽ ഇന്ത്യ, ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്താണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് PYQ സെക്ഷൻ ആയതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ, കുറച്ച് ഞാൻ ആദ്യമേ തന്നെ പോർഷൻ പറയുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾ ആ പോർഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടിരുന്നാൽ മാത്രമേ ആ PYQ കുറച്ചെങ്കിലും മനസ്സിലാവത്തുള്ളൂ. ഒട്ടും ടോപ്പിക് അറിയാതെ ക്വസ്റ്റ്യൻ ചെയ്യാനിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. സോ കുറച്ച് ആ ഒരു പോർഷൻ വായിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇരിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഡൽഹി സുൽത്താനേറ്റിന്റെ കുറച്ച് PYQs ആണ്. എല്ലാ എക്സാമുകൾക്കും ഏകദേശം SSC, RRB എല്ലാ ക്വസ്റ്റ്യൻ എക്സാമുകൾക്കും നോർമലി ഡൽഹി സുൽത്താനേറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മിഡീവിയൽ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡൽഹി സുൽത്താനേറ്റിൽ നിന്നും അതുപോലെ മുഗൾ എറയിൽ നിന്നുമാണ്. അപ്പോൾ ആ രണ്ട് പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡൽഹി സുൽത്താനേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിപ്പോ ക്ലാസ്സിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഹൂ ബിൽറ്റ് ദ കുത്തബ് മിനാർ ഇൻ ഡൽഹി. അപ്പൊ കുത്തബ് മിനാർ ഡൽഹിയിൽ ആരാണ് പണി കഴിപ്പിച്ചതെന്നാണ് ചോദ്യം. അപ്പൊ കുത്തബ് മിനാറുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് കാര്യങ്ങളുണ്ട്. കുത്തബ് മിനാർ പണി കഴിപ്പിക്കുന്നത് ഒരാളാണ്, കുത്തബ് മിനാർ കംപ്ലീറ്റ് ചെയ്യുന്നത് മറ്റൊരാളാണ്. അപ്പോ നമ്മൾ പഠിക്കുവാണെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് നമ്മൾ പഠിക്കുവാണെങ്കിൽ മൊത്തത്തിൽ എത്ര, നമുക്ക് 5 ഡൈനാസ്റ്റികളാണ് ഡൽഹി സുൽത്താനേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത് അല്ലെ. 1206 തൊട്ട് 1257 വരെ, 1526 വരെയുള്ള 1526 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരെയാണ് അല്ലെ സുൽത്താൻമാരാണ് ഡൽഹി സുൽത്താനേറ്റിൽ നമ്മൾ പഠിക്കുന്നത്. 1206 തൊട്ട് 1526 വരെ കേട്ടോ, 1526 വരെ. അപ്പൊ അതിൽ തന്നെ ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി. സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് ആദ്യത്തെ ഡൈനാസ്റ്റിയാണ്. 1206 തൊട്ട് 1290 വരെ ഇന്ത്യ ഭരിക്കുന്ന ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി. അപ്പൊ കുത്തബ് മിനാർ പണി കഴിപ്പിക്കുന്നത് എന്ന് പറയുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയിലെ തന്നെ ആദ്യത്തെ സുൽത്താനായ ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ്. സ്ലേവ് ഡൈനാസ്റ്റിയിലെ തന്നെ ആദ്യത്തെ സുൽത്താനായ ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ് നമ്മുടെ കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തിന്റെ സക്സസർ ആയിട്ട് വരുന്നത് ഇൽത്തുമിഷ് എന്ന് പറഞ്ഞ മറ്റൊരു സുൽത്താനാണ്. അദ്ദേഹമാണ് ഈ കുത്തബ് മിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ എന്താ പഠിച്ചത്, ഡൽഹി സുൽത്താനേറ്റിലെ ഫസ്റ്റ് ഡൈനാസ്റ്റി സ്ലേവ് ഡൈനാസ്റ്റി ആണ്. 1206 തൊട്ട് 1290 വരെ ഇന്ത്യ ഭരിക്കുന്നത് സ്ലേവ് ഡൈനാസ്റ്റിയിൽപ്പെട്ട രാജാക്കന്മാരാണ്. അപ്പൊ 1206 ആദ്യമായിട്ട് വരുന്ന കിങ്, സ്ലേവ് ഡൈനാസ്റ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ആദ്യത്തെ കിങ് എന്ന് പറയുന്നത് ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ്. ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ് കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ കുത്തബ് മിനാറിന്റെ പണി അതായത് കംപ്ലീറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ തൊട്ട് പിന്നിൽ വരുന്ന ഇൽത്തുമിഷ് എന്ന് പറഞ്ഞ രാജാവാണ്. അപ്പോ ഇതിന് രണ്ട് തിയറീസ് ഉണ്ട്. ഒന്ന്, ഖുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് തുർക്കിഷ് ഇൻവേർട്ടർ ആയ മുഹമ്മദ് ഓഫ് ഗോറി എന്നാണ് പറയുന്നത്. മുഹമ്മദ് ഓഫ് ഗോറി അദ്ദേഹത്തിന്റെ സ്ലേവ് ആണ് ആരെന്ന് പറയാം, അല്ലെങ്കിൽ സൈനിക മേധാവിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സ്ലേവും കൂടിയാണ് ഖുത്ബുദ്ദീൻ ഐബക്ക്. അപ്പൊ ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ് ഈ സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. മുഹമ്മദ് ഓഫ് ഗോറി ഇവിടെ 1192 ഇവിടുത്തെ ഹിന്ദു രാജാവായ പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് യുദ്ധം ചെയ്ത് ഇന്ത്യയിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ പിടിച്ചെടുക്കും. അതിന്റെ കുറച്ചധികം ടെറിട്ടറീസ് ഒക്കെ അദ്ദേഹം എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ മുഹമ്മദ് ഓഫ് ഗോറിയുടെ മരണശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ടെറിട്ടറി ഒക്കെ ഭരിക്കാനായിട്ട് തുടങ്ങുന്നത് ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ്. ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ് പിന്നീട് സ്ലേവ് ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത്. അപ്പോ ഖുത്ബുദ്ദീൻ ഐബക്ക് ആണ് കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷ് ആണ്. ഈ മുഹമ്മദ് ഓഫ് ഗോറിയുടെ യുദ്ധത്തിന്റെ വിജയത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി 1199 ഈ കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഖുത്ബുദ്ദീൻ ഐബക്ക്. അപ്പോ അതിനുശേഷം മുഹമ്മദ് ഓഫ് ഗോറി മരണപ്പെടുന്നുണ്ട് 1206. 1206 തൊട്ട് 1210 വരെയാണ് ഈ ഖുത്ബുദ്ദീൻ ഐബക്ക് ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ 1199 ഈ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് കുത്തബ് മിനാറിന്റെ. അത് രണ്ട് തീരുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ
നമ്മുടെ മുഹമ്മദ് ഓഫ് ഗോറിയുടെ വിജയത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്നും പറയുന്നുണ്ട്. അതുപോലെ ഖ്വാജ ബക്തിയാർ കാക്കി, ഈ പേര് ഓർത്തു വെച്ചോ, ബക്തിയാർ കാക്കി എന്ന് പറയുന്ന ഒരു സൂഫി സന്യാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ കുത്തബ് മിനാർ എന്ന് പറയുന്ന മോണ്യുമെന്റിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സക്സസർ ആണെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് സുൽത്താൻ ഓഫ് ഡൽഹി ഇൻട്രൊഡ്യൂസ് ദ സിസ്റ്റം ഓഫ് ടോക്കൺ കറൻസി. അപ്പൊ ടോക്കൺ കറൻസി സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡൽഹി സുൽത്താൻ ആരെന്നാണ് ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡൽഹി സുൽത്താൻ ആരെന്നുള്ളത്. അപ്പോ ഡൽഹി ഭരിച്ച മറ്റൊരു സുൽത്താനേറ്റ് രാജവംശമാണ് ഏതെന്ന് പറയുന്നത് തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയും. തുഗ്ലക് ഡൈനാസ്റ്റി ഇന്ത്യ ഏറ്റവും കൂടുതൽ ഭരിച്ച സുൽത്താനേറ്റ് രാജവംശം ഏതാന്ന് ചോദിച്ചാൽ തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഏത് ഡൈനാസ്റ്റിയാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിക്കുന്ന സുൽത്താനേറ്റിലെ ഡൈനാസ്റ്റി എന്ന് ചോദിച്ചാൽ തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഭരിക്കുന്നത്. 1320 മുതൽ 1414 വരെ ഇന്ത്യ ഭരിക്കുന്ന ഡൈനാസ്റ്റിയാണ് ഏതെന്ന് പറയുന്നത് തുഗ്ലക് ഡൈനാസ്റ്റി. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പേരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയും. മുഹമ്മദ് ബിൻ തുഗ്ലക് ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് മൂലം ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ക്ലാസ്സിൽ നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കും. അദ്ദേഹത്തിന്റെ ഒരു ഭരണ പരിഷ്കാരമായിരുന്നു ടോക്കൺ കറൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തത് ബ്രാസും കോപ്പറും കൊണ്ടിട്ടുള്ള കോയിൻസ് ടോക്കൺ കറൻസി ആയിട്ട് സിൽവർ കോയിൻസിന് ഒക്കെ ഈക്വൽ ആയിട്ട് ടോക്കൺ കറൻസി ആയിട്ട് ബ്രാസ് കൊണ്ടും കോപ്പർ കൊണ്ടുള്ള കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ ഒരു സിസ്റ്റം ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. അതിന് കാരണം ഒരുപാട് പേരുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് കോപ്പറും അതുപോലെ തന്നെ ബ്രാസും ഒക്കെ. അവരെല്ലാം സ്വന്തമായിട്ട് കോയിൻസ് ഉണ്ടാക്കി പുറത്ത് വിടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഈ ഒരു ഇത് ഈക്വൽ ടു സിൽവർ കോയിൻസ് ആയപ്പോൾ സാധനങ്ങളുടെ ഒക്കെ വില കൂടാൻ എല്ലാവരുടെ കയ്യിൽ കാശായി. അപ്പൊ സാധനങ്ങളുടെ ഒക്കെ വില കൂടാനായിട്ട് തുടങ്ങി. അങ്ങനെ ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. അദ്ദേഹത്തിന് ഈ ടോക്കൺ കറൻസി സിസ്റ്റം പിൻവലിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒരുപാട് മണ്ടത്തരങ്ങളൊക്കെ ചെയ്തിട്ടുള്ള, പക്ഷേ ഡൽഹി സുൽത്താനേറ്റിലെ ഏറ്റവും മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സുൽത്താനാണ് ഏതെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത് ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സുൽത്താനാണ്. പക്ഷേ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഭരണപരിഷ്കാരങ്ങൾ വഴി നെഗറ്റീവ് ഇമേജ് ഉണ്ടായിട്ടുള്ള ഒരു സുൽത്താൻ കൂടിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. അതുപോലെ ഇദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ അദ്ദേഹത്തിന്റെ തന്നെ ആ സുൽത്താനേറ്റിന്റെ ക്യാപിറ്റല് ദേവഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ചേഞ്ച് ചെയ്യുന്നു. ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദേവഗിരിയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ദൗലത്താബാദ് എന്ന് പേരൊക്കെ കൊടുക്കും. അദ്ദേഹം ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നതിന്റെ കൂടെ അവിടെയുള്ള ഫുൾ പീപ്പിൾസിനോടും ഈ സ്ഥലത്തേക്ക് മാറാനായിട്ട് പറയുന്നു. അതിനുശേഷം 2 വർഷത്തിന് ശേഷം അവിടെ നിന്ന് ഭരിച്ചാൽ നോർത്തിൽ നിന്ന് വരുന്ന അറ്റാക്സിനെ ഒന്ന് നേരിടാനായിട്ട് അറിയാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നിയപ്പോൾ 2 ഇയേഴ്സിന് ശേഷം പുള്ളി വീണ്ടും എന്ത് ചെയ്യുന്നു, ദേവഗിരിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ക്യാപിറ്റൽ മാറ്റുന്നു. അപ്പൊ വീണ്ടും ഈ എല്ലാവരോടും തിരിച്ച് ഡൽഹിയിലേക്ക് പോകാനായിട്ട് പറയുന്നു. അപ്പൊ ഈ 2 തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രക്കിടയിൽ ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതും കൂടെ കൊണ്ട് ഒരുപാട് നെഗറ്റീവ് ഇമേജ് വന്നൊരു സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. അദ്ദേഹത്തിന് ഒരു ഭരണ പരിഷ്കാരം ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂഷൻ ആയിരുന്നു. രണ്ടാമത്തെ ഭരണ പരിഷ്കാരം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ചേഞ്ച് ആയിരുന്നു. ദേവഗിരി അല്ലെങ്കിൽ ദൗലത്താബാദ് എന്ന് പേര് കൊടുത്തു. ദേവഗിരിയിലേക്ക് അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ മാറ്റിയതും അത് തിരിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നതും അടുത്തൊരു പാളിപ്പോയ ഭരണ പരിഷ്കാരമായിട്ട് ഓർത്തു വെക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് അലാവുദ്ദീൻ ഖിൽജി? അടുത്ത ഇന്ത്യ ഭരിച്ച നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിക്ക് ശേഷം അടുത്ത ഇന്ത്യ ഭരിക്കുന്ന ഡൈനാസ്റ്റിയാണ് ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയും. ഖിൽജി ഡൈനാസ്റ്റി 1290 തൊട്ട് 1320 വരെ ഇന്ത്യ ഭരിക്കുന്ന ഡൈനാസ്റ്റിയാണ് ഏതെന്ന് പറയുന്നത് ഖിൽജി ഡൈനാസ്റ്റി. ഓക്കെ, അപ്പൊ ഖിൽജി ഡൈനാസ്റ്റിയാണ് ഏറ്റവും കുറച്ചു കാലം ഇന്ത്യ ഭരിച്ച ഡൈനാസ്റ്റി എന്ന്. ഈ സുൽത്താനേറ്റിലെ ഏറ്റവും കുറച്ചു കാലം ഇന്ത്യ ഭരിച്ചത് ഖിൽജി ഡൈനാസ്റ്റി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോ അദ്ദേഹം അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യ ഭരിച്ചത് ഡൽഹി ക്യാപിറ്റൽ ആയിട്ടാണ് കേട്ടോ, ഡൽഹി. അതേസമയം നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ ഒക്കെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാഹോർ ആണ്. ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ ക്യാപിറ്റൽ ഏതാന്ന് ചോദിച്ചാൽ ആൻസർ ലാഹോർ എന്ന് വേണം പറയാനായിട്ട്. ഇൽത്തുമിഷ്
പിന്നീട് ക്യാപിറ്റൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഡൽഹിയിലേക്ക്. അപ്പോ ഖുത്ബുദ്ദീൻ ഐബക്ക് ലാഹോർ ആസ്ഥാനമാക്കിയാണ് ഭരിക്കുന്നത്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യം ചോദിച്ചാൽ ഡൽഹി ആസ്ഥാനമാക്കിയാണ് അലാവുദ്ദീൻ ഖിൽജി ഭരിക്കുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അലാവുദ്ദീൻ ഖിൽജി എപ്പോഴും ഭയങ്കര അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജാവായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഒരു എംപയർ ആക്കി മാറ്റാനായിട്ട് അദ്ദേഹത്തിന്റെ സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന ടെറിട്ടറി മൊത്തത്തിൽ ഒരു എംപയർ ആക്കി മാറ്റാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. അതിനു വേണ്ടിയിട്ട് വിന്ധ്യ നിരകളൊക്കെ താണ്ടി സൗത്തിലേക്ക് ഇറങ്ങി വന്ന പല നമ്മുടെ പാണ്ഡ്യൻസിനോട്, അതുപോലെ തന്നെ വാറങ്കൽ ആസ്ഥാനമായിട്ടുള്ള കാകതിയാസിനോട് അവരോടൊക്കെ യുദ്ധം ചെയ്ത് ഒരുപാട് ടെറിട്ടറി എക്സ്പാൻഷൻ നടത്തിയ വ്യക്തിയാണ് അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ സെക്കൻഡ് അലക്സാണ്ടർ, ഞാനാണ് സെക്കൻഡ് അലക്സാണ്ടർ എന്ന് പ്രഖ്യാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ അലാവുദ്ദീൻ ഖിൽജി ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അലാവുദ്ദീൻ ഖിൽജിയുടെ ക്യാപിറ്റൽ ഡൽഹി ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പോ ഈ പോർഷൻസിലൊക്കെ റിലേറ്റ് ചെയ്ത നല്ല ബേസിക് ആയിട്ടുള്ള എലാബറേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സ് വഴി ലഭിക്കുന്നതാണ്. അപ്പൊ ഓൺലൈൻ കോഴ്സ് നമ്മൾ ആപ്പ് വഴിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. NTPCയുടെ ബേസിക് ക്ലാസ്സുകൾ ഓൺലൈൻ കോഴ്സിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ പോർഷന്റെയും ബേസിക് ആയിട്ടുള്ള നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിശ അക്കാഡമിക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സെന്റേഴ്സ് ഉണ്ട്. അപ്പം ഓൺലൈൻ ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ NTPCയുടെ പുതിയ ബാച്ചുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്ലാസ്സുകളും നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡൽഹി സുൽത്താൻ ഈസ് നോൺ ആസ് ദ മാഡ് കിങ് ഫോർ ഹിസ് എക്സെൻട്രിക് പോളിസീസ്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ, മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് കുറെ അധികം പോളിസീസ് ഇൻട്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ നെഗറ്റീവ് ഇമേജ് ഉണ്ടായി. പക്ഷെ അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര ചിന്തിച്ചൊക്കെ എടുക്കുന്ന കാര്യമാണെങ്കിലും അതെല്ലാം നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്കാണ് വരുന്നത്. സോ അദ്ദേഹത്തിനെ വിളിച്ച മറ്റൊരു പേരാണ് മാഡ് കിങ് എന്ന് പറയുന്നത്. അപ്പം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണ് മാഡ് കിങ് എന്നറിയപ്പെട്ടത്. മാഡ് കിങ്, വിച്ച് ഡൽഹി സുൽത്താൻ ഈസ് നോൺ ആസ് മാഡ് കിങ് ഫോർ ഹിസ് എക്സെൻട്രിക് പോളിസീസ് എന്ന് ചോദിച്ചാൽ ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്ക്. അതിന് കുറച്ച് റീസൺസ് നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് ടോക്കൺ കറൻസി ഇൻട്രൊഡക്ഷനും അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ ഇങ്ങോട്ട് ചേഞ്ച് ആവുന്നതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് കുറെ നെഗറ്റീവ് ഇമേജസ്, കുറെ മണ്ടത്തരങ്ങളാണ് അല്ലെ. അപ്പം അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ടോക്കൺ കറൻസി സിസ്റ്റവും ക്യാപിറ്റൽ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് ചേഞ്ച് ചെയ്തതും അങ്ങനത്തെ കുറെ സിസ്റ്റംസ് കാരണം അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് മാഡ് കിങ് എന്ന പേര്. അപ്പൊ ആ പേര് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് വുമൺ റൂളർ ഓഫ് ഡൽഹി? ഹു വാസ് ദ ഫസ്റ്റ് വുമൺ റൂളർ ഓഫ് ഡൽഹി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വുമൺ റൂളർ ഓഫ് ഡൽഹി ആരാണെന്നുള്ളത്. ഡൽഹിയിലും ഫസ്റ്റും ലാസ്റ്റുമായിട്ട് ഡൽഹി സുൽത്താനേറ്റിലും മുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് ഒരൊറ്റ വുമൺ റൂളറിനെ മാത്രമേ കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അത് റസിയ സുൽത്താന ആണ്. അവര് സ്ലേവ് ഡൈനാസ്റ്റി എന്നുള്ളതാണ് കേട്ടോ. സ്ലേവ് ഡൈനാസ്റ്റിയിലാണ് ഫസ്റ്റ് വുമൺ റൂളർ ഓഫ് ഡൽഹി ഉള്ളത്. റസിയ സുൽത്താനയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്ലേവ് ഡൈനാസ്റ്റിയിൽ നമ്മൾ ആദ്യമേ ആരാ പഠിച്ചത്? ഖുത്ബുദ്ദീൻ ഐബക്കാണ് ഫൗണ്ടർ എന്ന് പഠിച്ചു അല്ലെ. സെക്കൻഡ് അദ്ദേഹത്തെ സക്സീഡ് ചെയ്ത് വരുന്നത് ഇൽത്തുമിഷ് എന്ന് പറഞ്ഞ റൂളർ ആണെന്ന് പഠിച്ചു. ഇൽത്തുമിഷിന്റെ മകളാണ് റസിയ സുൽത്താന. റസിയ സുൽത്താന ആരാണ്? ഇൽത്തുമിഷിന്റെ മകളാണ്. അവര് 1236 തൊട്ട് 1240 വരെ 4 വർഷം മാത്രമേ ഇന്ത്യ ഭരിച്ചിട്ടുള്ളൂ. അപ്പൊ റസിയ സുൽത്താനയാണ് ഒൺലി വൺ വുമൺ റൂളർ എന്നും പറയാം, ഫസ്റ്റ് വുമൺ റൂളർ എന്നും പറയാം. 1236 തൊട്ട് 1240 വരെ ഇന്ത്യ ഭരിച്ച ഡൽഹി സുൽത്താനേറ്റിലെ ഇൽത്തുമിഷിന്റെ പുത്രിയാണ് ആരെന്ന് പറയുന്നത്? റസിയ സുൽത്താന. അവർ അധികാരത്തിലേക്ക് വരുന്നത് തന്നെ അവരുടെ ബ്രദറായ റുക്നുദ്ദീൻ എന്ന് പറഞ്ഞ വ്യക്തിനെ വധിച്ചു കൊണ്ടാണ് റസിയ സുൽത്താന എവിടേക്ക് വരുന്നത്? അധികാരത്തിലേക്ക് എത്തുന്നത് തന്നെ. അപ്പോ ഡൽഹി സുൽത്താനേറ്റിലെ ഓൺലി വൺ വുമൺ റൂളറും അതുപോലെ തന്നെ ഫസ്റ്റ് വുമൺ റൂളറും റസിയ സുൽത്താനയാണ്. അവര് പിന്നീട്
ആ സമയത്തും യാഥാസ്ഥിതികരായിട്ടുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനുമുമ്പ് ഇൽത്തുമിഷ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ റൂളർ ഇൽത്തുമിഷിന്റെ പുത്രിയാണെന്ന് പറഞ്ഞല്ലോ. ഇൽത്തുമിഷ് ഓൾറെഡി തന്നെ അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു 40 പേരടങ്ങുന്ന ഒരു ചാവേർ പടയെന്ന് നമുക്ക് പറയാം. അതിന്റെ പേര് ചിഹൽഗാനീസ് എന്നാണ്. ചിഹൽഗാനീസ് എന്ന് പറയുന്ന ഒരു സംഘത്തെ അദ്ദേഹം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് റെഡിയാക്കിയ ഒരു ഗ്രൂപ്പ് ഓഫ് തുർക്കിഷ് ചാവേഴ്സ് എന്നൊക്കെ പറയാം ചിഹൽഗാനീസ്. ഈ ചിഹൽഗാനീസിലുള്ള ആൾക്കാരാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ഈ സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥ എത്തി. അപ്പോ ഡൽഹി സുൽത്താനേറ്റിൽ റസിയ സുൽത്താന തലപ്പത്തേക്ക് എത്തിയപ്പോൾ ചിഹൽഗാനീസിലുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അവരുടെ ഭയങ്കരമായിട്ടുള്ള എതിർപ്പുണ്ടായിരുന്നു. അവരാണ് പിന്നീട് ഇവരെ പിടികൂടുന്നതും തടവിലാക്കുന്നതും വധിക്കുന്നതും. പിന്നെ ചിഹൽഗാനീസ് പറയുന്നത് കേൾക്കുന്ന ആൾക്കാരാണ് പിന്നീട് റൂളറായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ചിഹൽഗാനീസിന്റെ എതിർപ്പുള്ളത് കൊണ്ടാണ് റസിയ സുൽത്താന റൂളിംഗിൽ നിന്നും മാറേണ്ടി വരുന്നത്. അവരെ പിന്നീട് കൊല്ലുവാണ് ചെയ്യുന്നത് കേട്ടോ. കുറെ കഥകളൊക്കെ ഉണ്ട്. തൽക്കാലം ഇപ്പൊ ഇത്ര ഓർത്തിരിക്കുക. റസിയ സുൽത്താനയാണ് ഒരേ ഒരു വുമൺ റൂളർ, അല്ലെങ്കിൽ ഫസ്റ്റ് വുമൺ റൂളർ എന്ന് പറയുന്നത്. 1236 തൊട്ട് 1240 വരെ ഇന്ത്യ ഭരിച്ച സ്ലേവ് ഡൈനാസ്റ്റിയിലെ സുൽത്താനയാണ് റസിയ സുൽത്താന എന്ന് പറയുന്നത്. പിന്നീട് ഇവര് ഇൽത്തുമിഷിന്റെ മകളാണ്. ഡൽഹി അതിനു മുമ്പ് ഭരിച്ച ഇൽത്തുമിഷിന്റെ മകളാണ് റസിയ സുൽത്താന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ദ ഫേമസ് ട്രാവലർ ഇബിൻ ബത്തൂത്ത വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദ റീജൻ ഓഫ് വിച്ച് ഡൽഹി സുൽത്താൻ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇബിൻ ബത്തൂത്തയുടെ കൃതികളിൽ നിന്നാണ് നമ്മൾ ഇദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട് അറിയുന്നത് തന്നെ. അപ്പോ അദ്ദേഹത്തിന്റെ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്താണ് ഇബിൻ ബത്തൂത്ത ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണ പരിഷ്കാരങ്ങളും അതുണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്ട്സും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് ഇബിൻ ബത്തൂത്ത ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ ടൈമിൽ ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്നു. അദ്ദേഹം ഒരു മൊറോക്കൻ ട്രാവലർ ആണ്. ഇബിൻ ബത്തൂത്ത മൊറോക്കക്കാരനാണ്, മൊറോക്കൻ ട്രാവലർ ആണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്താണ് ഇവിടെ അദ്ദേഹം വിസിറ്റ് ചെയ്യുന്നത്. അതുപോലെ ആ സമയത്ത് തുഗ്ലക്കിന്റെ കോർട്ടില് ജഡ്ജായിട്ട് ഇബിൻ ബത്തൂത്ത സെർവ് ചെയ്തിട്ടുണ്ട്. ഇബിൻ ബത്തൂത്ത സെർവ്ഡ് ആസ് എ ജഡ്ജ് ഇൻ ഹിസ് കോർട്ട് എന്ന് നമ്മൾക്ക് ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ സമയത്താണ് ഇബിൻ ബത്തൂത്ത ഇന്ത്യയിലേക്ക് വരുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന്റെ ചില കൃതികളിൽ നിന്നാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കുറെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റിയൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നത്. അതൊന്ന് ഓർത്തു വെച്ചേക്കാം. അപ്പോ ഫേമസ് ട്രാവലർ അത് മൊറോക്കൻ ട്രാവലർ ആണ്. മൊറോക്കൻ ട്രാവലറായ ഇബിൻ ബത്തൂത്ത ഇന്ത്യ വിസിറ്റ് ചെയ്തത് ഏത് സുൽത്താന്റെ കാലത്താണെന്ന് ചോദിച്ചാൽ ഏതാ? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലത്താണ്. ഇദ്ദേഹം തുഗ്ലക്കിന്റെ സഭയില് കോർട്ടില് ജഡ്ജായിട്ട് കുറച്ചു നാളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടി ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ റിയൽ നെയിം ഓഫ് അലാവുദ്ദീൻ ഖിൽജി? അപ്പൊ ഖിൽജി ഡൈനാസ്റ്റിനെ പറ്റി നമ്മൾ ജസ്റ്റ് പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ അനുസരിച്ച് 1206 തൊട്ട് 1526 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിക്കുന്ന 5 ഡൈനാസ്റ്റികൾ ചേർന്നതാണ് ഏതെന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് അതിൽ ഒന്നാമത്തെ ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി. 1206 തൊട്ട് 1290 വരെയാണ് സ്ലേവ് ഡൈനാസ്റ്റി ഇന്ത്യയിൽ ഭരിക്കുന്നത്. രണ്ടാമത്തെ ഡൈനാസ്റ്റിയാണ് ഖിൽജി ഡൈനാസ്റ്റി. 1290 തൊട്ട് 1320 വരെയാണ് ഖിൽജി ഡൈനാസ്റ്റി ഇന്ത്യ ഭരിക്കുന്നത്. മൂന്നാമത്തെ ഡൈനാസ്റ്റിയാണ് തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയും. 1320 തൊട്ട് 1414 വരെയാണ് തുഗ്ലക് ഡൈനാസ്റ്റി ഇന്ത്യ ഭരിക്കുന്നത്. നാലാമത്തെ ഡൈനാസ്റ്റി സെയ്ദ് ഡൈനാസ്റ്റിയാണ്. സെയ്ദ് ഡൈനാസ്റ്റിയാണ് 1414 തൊട്ട് 1451 വരെയാണ് സെയ്ദ് ഡൈനാസ്റ്റി ഇന്ത്യ ഭരിക്കുന്നത്. അഞ്ചാമത് ലോധി ഡൈനാസ്റ്റിയാണ്. ലോധി ഡൈനാസ്റ്റി 1451 തൊട്ട് 1526 വരെയാണ് ഇന്ത്യ ഭരിക്കുന്നത്. അപ്പൊ ഈ ഡൈനാസ്റ്റികളുടെ പേര് അവര് ഭരിച്ച ആ സമയം ഇത്രയും നിങ്ങൾ ഓർഡറിൽ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചേക്കുക. അതിനുശേഷം ഓരോ ഡൈനാസ്റ്റീസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സുൽത്താൻമാരെ എടുത്തു വെച്ച് പഠിക്കുക. അങ്ങനെയാണ് നിങ്ങൾ മിഡീവിയൽ ഇന്ത്യ പഠിക്കേണ്ടത്. അപ്പോ റിയൽ നെയിം ഓഫ് അലാവുദ്ദീൻ ഖിൽജി, അദ്ദേഹം ഖിൽജി ഡൈനാസ്റ്റിയിലെ മെയിൻ ആയിട്ടുള്ള റൂളർ ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അലി ഗുർഷിപ്പ് എന്നാണ് ഖിൽജി ഡൈനാസ്റ്റിയിലെ അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര്. അലി ഗുർഷിപ്പ് എന്നാണ് യഥാർത്ഥ പേര്. പിന്നീട് അദ്ദേഹം ടെറിട്ടറി എക്സ്പാൻഷൻ ഒക്കെ തുടങ്ങിയപ്പം അലാവുദ്ദീൻ എന്ന പേര് സ്വയം സ്വീകരിക്കുന്നതാണ്. അലി ഗുർഷിപ്പ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഓക്കെ. അതുപോലെ തന്നെ ഉല്ലു ഖാൻ എന്നറിയപ്പെട്ടത് ഏത് റൂളറാന്ന് ചോദിക്കും. ഉല്ലു ഖാൻ
അത് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ തന്നെ റൂളറായിട്ടുള്ള ബാൽബനെയാണ് നമ്മൾ ഉല്ലു ഖാൻ എന്ന് വിളിക്കുന്നത്. ബാൽബന്റെ പേരാണ് ഉല്ലു ഖാൻ. അപ്പൊ ഉല്ലു ഖാൻ എന്ന് പറയുന്നത് ഏത് റൂളറാന്ന് വെച്ചാൽ ബാൽബൻ. അതുപോലെ ഷംസുദ്ദീൻ ഏത് രാജാവിന്റെ യഥാർത്ഥ പേരാന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷിന്റെ യഥാർത്ഥ പേരാണ് ഷംസുദ്ദീൻ. അപ്പൊ 3 പേര് ഇപ്പൊ പഠിക്കാമല്ലോ. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേര് അലി ഖുർഷിപ്പ്, ബാൽബൻ ആണെങ്കിൽ ഉല്ലു ഖാൻ, ഇൽത്തുമിഷ് ആണെങ്കിൽ ഷംസുദ്ദീൻ. അപ്പൊ ഇങ്ങനെ ഈ 3 പേര് തൽക്കാലം പഠിക്കാമോ? അലാവുദ്ദീൻ ഖിൽജി, അലി ഖുർഷിപ്പ്, ബാൽബൻ ഉല്ലു ഖാൻ, ഷംസുദ്ദീൻ ആണെങ്കിൽ ഇൽത്തുമിഷ്. ഇനിയും ഉണ്ട് സമയം, നമുക്ക് കുറച്ചായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ ഏതൊക്കെ ഡൈനാസ്റ്റി ആണെന്നും അത് ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണെന്നും നമ്മൾ പഠിച്ചു വെക്കും. ഇപ്പൊ 3 റിയൽ നെയിംസ് പഠിച്ചു: ഉല്ലു ഖാൻ, ഷംസുദ്ദീൻ, അലി ഖുർഷിപ്പ്. ഓക്കെ, അപ്പോ അലാവുദ്ദീൻ എന്ന് പറയുന്ന പേര് 1296 ശേഷം സുൽത്താൻ ആയതിനു ശേഷമാണ് അദ്ദേഹം എടുക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി വിച്ച് ഡൽഹി സുൽത്താൻ വാസ് നോൺ ഫോർ ഹിസ് മാർക്കറ്റ് കൺട്രോൾ പോളിസി. അപ്പൊ മാർക്കറ്റ് കൺട്രോൾ പോളിസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രസിദ്ധനായ ഡൽഹി സുൽത്താൻ ആരാണെന്ന് ചോദിച്ചാൽ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റ് കൺട്രോൾ പോളിസീസ് ഒക്കെ കൊണ്ടുവന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ് കേട്ടോ. അലാവുദ്ദീൻ ഖിൽജിയാണ് മാർക്കറ്റ് കൺട്രോൾ പോളിസീസ് ഒക്കെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് തോന്നുന്ന സാധനങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സമയമായിരുന്നു. അലാവുദ്ദീൻ ഖിൽജി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പൺ മാർക്കറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഓരോ കൊമഡിറ്റീസിനും സ്ഥായിയായിട്ടുള്ള വില അദ്ദേഹം നിശ്ചയിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയ്ക്ക് ഇത്ര രൂപയെ വാങ്ങിക്കാവൂ, തേങ്ങയ്ക്ക് ഇത്ര രൂപയെ വാങ്ങിക്കാവൂ, അരിക്ക് ഇത്ര രൂപയെ വാങ്ങിക്കാവൂ എന്ന് അദ്ദേഹം വിലയിട്ട് കൊടുത്തു. അതാണ് മാർക്കറ്റ് കൺട്രോൾ പോളിസീസ് എന്ന് പറയുന്നത്. അതുപോലെ ഓപ്പൺ മാർക്കറ്റ്സുകൾ ഫോം ചെയ്തു. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അദ്ദേഹം നിർത്തി ഓപ്പൺ മാർക്കറ്റ്സ് ഒക്കെ ഫോം ചെയ്തു. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു റീഫോം ആണ് മാർക്കറ്റ് കൺട്രോൾ പോളിസീസ് കൊണ്ടുവന്നത്. അലാവുദ്ദീൻ ഖിൽജിനെ പറ്റി നേരത്തെ കുറെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. ടെറിട്ടറി ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്തത്, സെക്കൻഡ് അലക്സാണ്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ചത്, അതുപോലെ അദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്ത് ചഹ് എന്ന് പറഞ്ഞിട്ട് ദഗ് എന്ന് പറഞ്ഞ ചെഹര എന്ന് പറഞ്ഞ ചെഹര 2 സിസ്റ്റംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലാവുദ്ദീൻ ഖിൽജിയാണ്. ദാഗ് എന്ന് പറയുന്നത് ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ് ആണെന്ന് ഓർത്തു വെച്ചേക്കുക. എന്ന് വെച്ചാൽ കുതിരകളെ ചാപ്പ കുത്തുന്ന പരിപാടിയാണ്. നല്ലതാണോ ചീത്തയാണോ, ഓടാൻ പറ്റുമോ ഓടാൻ പറ്റില്ലയോ എന്നൊക്കെയുള്ള ആ ബ്രാൻഡിങ് ഓഫ് ഹോഴ്സസ് ആണ് ദഗ്. ചെഹര എന്ന് പറയുന്നത് ID കാർഡ് സിസ്റ്റം ആണ് കേട്ടോ. ID കാർഡ് സിസ്റ്റം ആണ് ചെഹര. ദഗ്, ചെഹര രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് ചോദിക്കും. ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ്. മാർക്കറ്റ് കൺട്രോൾ പോളിസീസ് കൊണ്ടുവന്ന ആരാന്ന് ചോദിക്കും. അലാവുദ്ദീൻ ഖിൽജിയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് അലക്സാണ്ടർ എന്ന് സ്വന്തമായിട്ട് പറഞ്ഞ ആരാന്ന് ചോദിക്കും. അല്ലെങ്കിൽ ഐ ആം ദ ഗോഡ്, ഐ ആം ദി ശരിയത്ത് എന്നൊക്കെ പറഞ്ഞ ഐ ആം ദി ഗോഡ്, ഞാനാണ് ദൈവം, ഐ ആം ദി ശരിയത്ത്, ഞാനാണ് നിയമം എന്നൊക്കെ പറഞ്ഞ ആരാന്ന് ചോദിച്ചാലും ആൻസർ ആരാണ്? അലാവുദ്ദീൻ ഖിൽജി ആണെന്ന് ഓർത്തു വെച്ചേക്കുക. മാർക്കറ്റ് റീഫോംസ് കൊണ്ടുവന്നത്, ഓപ്പൺ മാർക്കറ്റ്സ് തുടങ്ങിയത് ഒക്കെ അലാവുദ്ദീൻ ഖിൽജിയാണ്. ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, നമുക്ക് തൽക്കാലം ഇത്രയും പഠിക്കാം. ഇനി ജസിയ, നോൺ മുസ്ലിംസിന് ഏർപ്പെടുത്തിയിരുന്ന ഒരു ടാക്സ് ആണ് ജസിയ എന്ന് പറയുന്നത്. ഫസ്റ്റ് സുൽത്താൻ ടു ഇമ്പോസ് ജസിയ ഓൺ നോൺ മുസ്ലിംസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ജസിയ പിന്നീട് മുഗൾ രാജാക്കന്മാരും അതിനു മുമ്പ് നമുക്കിവിടെ അറബ് ഇൻവേഷൻസ് വരുമ്പോൾ അവരും കുറച്ച് ആൾക്കാരൊക്കെ ജസിയ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിച്ച് സുൽത്താൻ ഫസ്റ്റ് ഇമ്പോസ് ജിസിയ ഓൺ നോൺ മുസ്ലിംസ് എന്ന് ചോദിച്ചാൽ ഫിറോസ് ഷാ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാര്യം സുൽത്താൻ എന്ന പേര് കണ്ടാൽ മാത്രമേ നിങ്ങൾ ഫിറോസ് ഷാ തുഗ്ലക്കിന്റെ പേര് എഴുതാനായിട്ട് പാടുള്ളൂ. ജിസിയ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ടാക്സ് സിസ്റ്റം ആണ്. അത് മുസ്ലിംസ് അല്ലാത്ത ആൾക്കാര് ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സ് ആണ് ജിസിയ എന്ന് പറയുന്നത്. മുസ്ലിംസ് അല്ലാതെ ഇപ്പൊ ഹിന്ദുസോ വേറെ ഏതെങ്കിലും മതക്കാരുണ്ടെങ്കിൽ അവരടയ്ക്കേണ്ട ടാക്സ് ആണ് ജിസിയ. അത് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സുൽത്താൻ ആരാന്ന് ചോദിച്ചാൽ ഫിറോസ് ഷാ തുഗ്ലക് ആണ്. ഓക്കെ, അപ്പൊ അത് ഇസ്ലാമിക് ലോയുടെ ഭാഗമായിട്ടാണ് ഇവിടെ നടപ്പാക്കുന്നത്. നേരത്തെ ഏർലിയർ റൂളേഴ്സ് ഒക്കെ ഒക്കേഷണലി ഇത് ചില സമയത്തൊക്കെ ആയിട്ട് ജിസിയ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും കറക്റ്റ് കൺസിസ്റ്റന്റ് റവന്യൂ ആയിട്ട് ഗവൺമെന്റിന്റെ റവന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഫിറോസ് ഷാ തുഗ്ലക് ആണെന്ന് ഓർത്തിരിക്കുക.
അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡൽഹി സുൽത്താനേറ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി എന്റെ വായിൽ നിന്ന് തന്നെ വീണു അല്ലെ, അപ്പൊ എല്ലാവർക്കും കിട്ടി കാണും. ഡൽഹി സുൽത്താനേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ ഏതാന്ന് ചോദിച്ചാൽ 1226 അപ്പൊ 1226 തൊട്ട് 1526 വരെ അല്ലെ ഇവിടെ ഭരിക്കുന്ന രാജാക്കന്മാരെയാണ് നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ പല ഡൈനാസ്റ്റികൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലെ കുറെ ഡൈനാസ്റ്റികളുടെ പേരും വർഷവും ഒക്കെ പഠിച്ചു. 5 ഡൈനാസ്റ്റികളോളം പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ബേസിക്കലി പഠിച്ചു. ഡൽഹി സുൽത്താനേറ്റ് 1226 സ്റ്റാർട്ട് ചെയ്യുന്നത്. കുത്ബുദ്ദീൻ ഐബക്കാണ് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് സുൽത്താൻ ഓഫ് ഡൽഹി എന്ന് പറയുന്നത്. അപ്പൊ മുഹമ്മദ് ഓഫ് ഗോറിയെ പറ്റി പഠിക്കാൻ, മുഹമ്മദ് ഓഫ് ഗോറി ഒരു തുർക്കിഷ് ഇൻവേർഡർ ആണ്. അദ്ദേഹം ഇവിടത്തെ തന്നെ ചില ഹിന്ദു രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പടലപ്പിണക്കങ്ങളാണ്. അപ്പൊ പൃഥ്വിരാജ് ചൗഹാൻ എന്ന് പറഞ്ഞ രജപുത്ത് രാജാവാണ്. ഓക്കെ, അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ചില ഹിന്ദു രാജാക്കന്മാർ തന്നെയാണ് ഈ മുഹമ്മദ് ഓഫ് ഗോറിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടുവരുന്നത്. അങ്ങനെ പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഓഫ് ഗോറിയും തമ്മിൽ ഇന്നത്തെ ഹരിയാനയിലെ തറൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, തറൈൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ട് എങ്കിലും തറൈൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് 1191 ഒരു യുദ്ധം ഉണ്ടാവുന്നു. അതിനെ ഫസ്റ്റ് തറൈൻ വാർ എന്നാണ് അറിയപ്പെടുന്നത്. ആ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കും, മുഹമ്മദ് ഓഫ് ഗോറി തോൽക്കും. പൃഥ്വിരാജ് ചൗഹാൻ ഇദ്ദേഹത്തെ കുറച്ചു നേരമൊക്കെ തടവിൽ വെച്ചിട്ട് വിട്ടയക്കും. തിരിച്ചുപോയ മുഹമ്മദ് ഓഫ് ഗോറിക്ക് അത് ഭയങ്കര ഷെയിമായി. 1192 മുഹമ്മദ് ഓഫ് ഗോറി തിരിച്ച് വീണ്ടും ഇവരെ ആക്രമിക്കാനായിട്ട് എത്തുന്നു, കൂടുതൽ ആർമിയായിട്ട്. ഇത്തവണ പൃഥ്വിരാജ് ചൗഹാൻ പരാജയപ്പെടുകയും മുഹമ്മദ് ഓഫ് ഗോറി ജയിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഫസ്റ്റ് മുസ്ലിം റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഈ മുഹമ്മദ് ഓഫ് ഗോറി സ്റ്റാർട്ട് ചെയ്യുന്നത്, അദ്ദേഹം പിന്നീട് ഇവിടെ ഭരിക്കാനായിട്ട് നിൽക്കില്ല, ഇവിടുന്ന് തിരിച്ച് അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് പോകുന്നു. പിന്നീട് ഇവിടെ അദ്ദേഹം കൈയടക്കിയ ടെറിട്ടറീസ് ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഗവർണർ, അദ്ദേഹത്തിന്റെ ഒരു സ്ലേവ് കൂടിയാണ്. അദ്ദേഹം മുഹമ്മദ് കുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു സ്ലേവ് ആണ് കൂടുതൽ കാര്യങ്ങൾ നോക്കിയിരുന്നത്. പിന്നീട് 1206 അദ്ദേഹം തിരിച്ചു വന്ന് ഇവിടെ വെച്ച് മരണപ്പെടുന്നുണ്ട്. മുഹമ്മദ് ഓഫ് ഗോറി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ടെറിട്ടറീസ് എല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ കുത്ബുദ്ദീൻ ഐബക്ക് പുതിയൊരു ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നു. അതിന്റെ പേരാണ് എന്ന് പറയുന്നത് സ്ലേവ് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ ഡൈനാസ്റ്റിയോട് കൂടിയാണ് ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 1206 ഡൽഹി സുൽത്താനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 2 തറൈൻ യുദ്ധങ്ങളുടെ വർഷം ഞാൻ പറഞ്ഞു, 1191, 1192. അപ്പൊ ഈ 2 തറൈൻ യുദ്ധങ്ങളോട് കൂടിയാണ് ഇവിടെ ഡൽഹി സുൽത്താനേറ്റിന് ഒരു അടിത്തറ വരുന്നത്. ശേഷം മുഹമ്മദ് ഓഫ് ഗോറിയുടെ കൂടെ വന്ന കുത്ബുദ്ദീൻ ഐബക്ക് 1226 ഇവിടെ ഫസ്റ്റ് ഡൽഹി സുൽത്താനേറ്റിന്റെ ഫസ്റ്റ് ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നു, സ്ലേവ് ഡൈനാസ്റ്റി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് സുൽത്താൻ ഈസ് ക്രെഡിറ്റഡ് വിത്ത് ക്രിയേറ്റിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ ദിവാനി കോഹി എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് കൊണ്ടുവന്നത്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് കൊണ്ടുവന്ന സുൽത്താൻ ആരാന്നാണ് ചോദിക്കുന്നത്. ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ആ ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് നെഗറ്റീവ് സൈഡുകളൊക്കെ കേട്ട ഒരു സുൽത്താനാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. പക്ഷെ മോസ്റ്റ് എഡ്യൂക്കേറ്റഡ് ഡൽഹി സുൽത്താനും കൂടിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ദിവാനി കോഹി എന്ന് പറഞ്ഞ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവരുന്നത്. ഇത് ഇവിടുത്തെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ ഫാർമേഴ്സിന് ലോൺ കൊടുക്കുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇദ്ദേഹം കൃഷി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യൽ അത്ര നടന്നില്ല. ലോൺ മേടിച്ചെങ്കിലും കൂടുതൽ ഫാർമേഴ്സ് അത് മുന്നോട്ട് വന്ന് കൂടുതൽ അഗ്രികൾച്ചർ അതിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റും അദ്ദേഹം ലോൺ പോളിസീസും ഒക്കെ വീണ്ടും ഫെയിലിയർ ആയിട്ട് തന്നെ പോവാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ മിക്കവാറും എല്ലാം തന്നെ ഫെയിലിയർ ആയിരുന്നെന്ന് പറയുന്നത്. അപ്പൊ ദിവാനി കോഹി എന്താന്ന് ചോദിക്കും, അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ആരാണ് സ്റ്റാർട്ട് ചെയ്യാൻ ചോദിക്കും, മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ഏത് ഡൈനാസ്റ്റിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് ചോദിച്ചാൽ തുഗ്ലക് ഡൈനാസ്റ്റിയാണ്, ഓർത്തു വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഹു അമംഗ് ദ ഡൽഹി സുൽത്താൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ഇക്ത സിസ്റ്റം. ഇക്ത സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഭൂമി പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഇക്തകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇക്തകളിൽ നിന്നും കരം പിരിച്ച് എടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇക്ത സിസ്റ്റം. ഇക്തയ്ക്ക് തലവനായിട്ട് ഇക്താദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളായിരിക്കും, അയാളായിരിക്കും കരം പിരിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്ത സിസ്റ്റം ഫസ്റ്റ് കൊണ്ടുവന്നത് ഇൽത്തുമിഷ് ആണ്. ഇക്ത സിസ്റ്റം ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷ് ആണെന്ന് പറയണം. ഇൽത്തുമിഷ് എന്ന് പറയുന്നത് ആരാണ്, നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, റിയൽ ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ആരാണ്, ഇൽത്തുമിഷ് ആണ്. അതുപോലെ
40 പേരടങ്ങുന്ന തുർക്കിഷ് ചാവേർപ്പടയായ ചിഹൽഗാനി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഫോം ചെയ്തതും ആരാണ്? ഇൽത്തുമിഷ് ആണ്. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? കുത്തബ് മിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്തതും ആരാണ്? ഇൽത്തുമിഷ് ആണ്. കുത്തബ് മിനാറിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ആരാന്ന് ചോദിച്ചാൽ അതും ഇൽത്തുമിഷ് ആണ്. റിയൽ ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ്. ചിഹൽഗാനീസിനെ ഫോം ചെയ്തത് ഇൽത്തുമിഷ് ആണ്. കുത്തബ് മിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്തത് ഇൽത്തുമിഷ് ആണ്. ഷംസുദ്ദീൻ എന്നറിയപ്പെട്ടത്, ഷംസുദ്ദീൻ എന്ന യഥാർത്ഥ പേരുള്ളത് ഏത് രാജാവിനാന്ന് ചോദിച്ചാൽ, ഏത് സുൽത്താനാന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷിനാണ്. ഓർത്തിരിക്കുക. ഇപ്പോ ലാൻഡ് റവന്യൂ ഓരോ ഓഫീസേഴ്സ്, അതായത് ഇക്ത ഹോൾഡേഴ്സിന് പിരിച്ചെടുക്കാൻ പറ്റുന്ന സിസ്റ്റമാണ് ഈ ഇക്ത സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് സാലറിക്ക് പകരമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ്, ഈ സാലറിക്ക് പകരമായിട്ടാണ് ഈ ഓഫീസേഴ്സ് എന്ത് പിരിച്ചെടുക്കുന്നത്? റവന്യൂ പിരിച്ചെടുക്കുന്നത്. അപ്പം പല പല ഓഫീസർമാർക്കായിട്ട് ഇക്തേദാർ എന്നൊക്കെ പറയും, അവർക്കായിട്ട് ഇക്താസ് ആയിട്ട് ഭൂമി തിരിച്ചു കൊടുത്ത് അവർ റവന്യൂ പിരിവ് നടത്തി അവർക്ക് സാലറിക്ക് പകരം അതെടുക്കും. പിന്നീട് ഇത് ഈ ഇക്താസ് ഡിവൈഡ് ചെയ്തിട്ട് പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഒരു സിസ്റ്റം പിന്നീട് വരുന്നുണ്ട്. അപ്പൊ തൽക്കാലം ആരാണ് ഇക്ത സിസ്റ്റം, ഡൽഹി സുൽത്താനേറ്റില് ആരാണ് ഇക്ത സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇൽത്തുമിഷ് ആണെന്ന് ഓർത്തിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ്? ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹിന്ദി, പേർഷ്യൻ, ഉറുദു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓപ്ഷൻ വരിക. അപ്പൊ വാട്ട് വാസ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് ചോദിച്ചാൽ ആൻസർ പേർഷ്യൻ ആണ് കേട്ടോ. പേർഷ്യൻ ആണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ കണ്ടാൽ തെറ്റിക്കരുത്. പേർഷ്യൻ വാസ് അഡോപ്റ്റഡ് ആസ് ദ ഒഫീഷ്യൽ കോർട്ട് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് ഡ്യൂറിംഗ് ഡൽഹി സുൽത്താനേറ്റ് എന്നാണ്. അപ്പൊ ഇന്ത്യയുടെ കൾച്ചർ, ആർട്ട്, ലിറ്ററേച്ചർ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് പേർഷ്യൻ ലാംഗ്വേജ് ആണ് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിന്റെ ഒഫീഷ്യൽ കോർട്ട് ലാംഗ്വേജും അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജും. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ഏതാന്ന് ചോദിച്ചാൽ പേർഷ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനോട് നോക്കിയേ. വിച്ച് ബാറ്റിൽ ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ഡൽഹി സുൽത്താനേറ്റ് ഇൻ ഇന്ത്യ എന്നാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഏതാണ്? സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ. 2 യുദ്ധങ്ങളാണുള്ളത്. 1191, 1192. 1191 ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ. ആരൊക്കെ തമ്മിലാണ്? പൃഥ്വിരാജ് ചൗഹാനും അതുപോലെ മുഹമ്മദ് ഓഫ് ഗോറിയും തമ്മിലാണ് 2 യുദ്ധങ്ങൾ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈനും സെക്കൻഡ് ബാറ്റിൽ ഓഫ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈന്റെ സമയത്ത് എന്ത് പറ്റുന്നു? പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കുന്നു. അദ്ദേഹം ഗോറിനെ വെറുതെ വിടുന്നു. അങ്ങനെയാണ് ഗോറി തിരിച്ചുപോയി കുറെ സൈന്യമൊക്കെ ആയിട്ട് വന്നിട്ട് സെക്കൻഡ് ബാറ്റിൽ ഓഫ് തറൈൻ വഴി പൃഥ്വിരാജ് ചൗഹാനെ തോൽപ്പിക്കുന്നു. അദ്ദേഹത്തെ തടങ്കലിലാക്കുന്നു. അദ്ദേഹത്തെ ഒരുപാട് ടോർച്ചർ ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ കൊല്ലുവാണ് ചെയ്യുന്നത്, പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഗോറി. അപ്പൊ പൃഥ്വിരാജ് ചൗഹാന്റെ ഒരു കോർട്ട് പോയിട്ടുണ്ട്. കോർട്ട് പോയിന്റ് ഓഫ് പൃഥ്വിരാജ് ചൗഹാൻ. കോർട്ട് പോയിന്റ് ആരാന്നറിയാമോ? ചാന്ദ് ബർദായി അല്ലെങ്കിൽ ചന്ദാബായി. അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് പൃഥ്വിരാജ് റാസോ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ആരെഴുതിയിട്ടുണ്ട്? ചാന്ദ് ബർദായി അല്ലെങ്കിൽ ചന്ദാബായി എന്ന് പറയുന്ന പൃഥ്വിരാജ് ചൗഹാന്റെ കോർട്ട് പോയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ പൃഥ്വിരാജ് റാസോ എന്ന് പറഞ്ഞ ബുക്ക് വഴിയാണ് പൃഥ്വിരാജ് ചൗഹാനെ മുഹമ്മദ് ഓഫ് ഗോറി എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം എന്നൊക്കെ പുറത്തുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത്. അപ്പൊ ചാന്ദ് ബർദായി അല്ലെങ്കിൽ ചന്ദാബായി ആരുടെ കോർട്ട് പോയിട്ടാണെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താ? പൃഥ്വിരാജ് ചൗഹാൻ ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോ ഇത്രയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ഇരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഫാക്ട് ആണ് ഞാൻ പറഞ്ഞത്. ബേസിക് ക്ലാസ് അല്ല, ക്ലാസ് ഓർഡർ ആയിട്ട് നമ്മൾ എടുക്കും. ക്ലാസ് പഠിച്ചതിന് ശേഷം വരേണ്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ സെക്ഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഈ ക്വസ്റ്റ്യൻ സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഇതിന്റെ ബാക്കി സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.